ഹലോ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ കഴുത്ത് അടയാളപ്പെടുത്തി ഒരു ചെറിയ ഡിസൈനും വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം നമുക്ക് ആങ്കർ ത്രെഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ചെറിയ ഷുഗർ ബീഡ്സാണ്, ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സാണ്. പിന്നെ നമുക്ക് ഇത് പൈപ്പിംഗ് ത്രെഡാണ്. നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് പൈപ്പിംഗ് ത്രെഡ് ആവശ്യമുണ്ട്. അധികം വണ്ണം ഇല്ലാത്ത ടൈപ്പ് മതി കേട്ടോ. പിന്നെ നമുക്ക് മിറർ വേണം, റൗണ്ട് മിററും അതുപോലെ ഇതുപോലത്തെ ഷേപ്പിലുള്ള ഇങ്ങനെ 2 ടൈപ്പ് മിറർ ആവശ്യമുണ്ട്. പിന്നെ നമുക്കിത് ഒട്ടിക്കാനുള്ള ഫാബ്രിക് ഗമ്മും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സാധാരണ സ്യൂയിങ് ത്രെഡും അതുപോലെ നീഡിലും, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നെക്കിൻ്റെ ബോർഡർ നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് ഒന്ന് വെക്കണം. നമ്മളിവിടെ ലോഡഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പൈപ്പിംഗ് ത്രെഡിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ആങ്കർ ത്രെഡ് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൈപ്പിംഗ് ത്രെഡ് ഇതിൻ്റെ മുകളിലൂടെ ഈ നമ്മൾ വരച്ച ഷേപ്പിലൂടെ തന്നെ സാധാരണ നീഡിലും സ്യൂയിങ് ത്രെഡും വെച്ച് ചെറുതായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഇളകി പോവാതിരിക്കാനാണ് കേട്ടോ. ആങ്കർ ത്രെഡ് മുകളിലൂടെ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഷേപ്പിൽ നിന്ന് മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് തയ്ച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് നമ്മൾ വരച്ച ആ ഒരു റൗണ്ട് ഷേപ്പിലൂടെ ഈ പൈപ്പിംഗ് ത്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ആങ്കർ ത്രെഡ് 6 സ്ട്രാൻഡിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം കുറച്ചിങ്ങനെ ചരിച്ചാണ് കേട്ടോ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഞാൻ ഈ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ കുറച്ച് ചരിച്ച് താഴത്തേക്ക് കുത്തിയെടുക്കുക. അതേപോലെ ഇത് ഫുള്ള് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നന്നായിട്ടൊരു ആ കഴുത്തിൻ്റെ ഷേപ്പിൽ നല്ലൊരു ബോർഡർ കിട്ടും. ഇനി നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച ഒരു ത്രികോണ ഷേപ്പില്ലേ, ആ ഷേപ്പിൽ ഫാബ്രിക് ഗ്ലൂ വെച്ച് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോൾഡൻ കളർ ബീഡ്സ് ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ നിറച്ച് ഈ ക്ലോത്ത് കാണാത്ത മാതിരി ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കഴുത്തിൻ്റെ ചുറ്റും അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബീഡ്സൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 ബീഡ്സ് വെച്ച അതിൻ്റെ നടുവിലായിട്ട് ഇതേപോലത്തെ മിററുകളാണ് വെക്കേണ്ടത്. 2 ലെയറായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാബ്രിക് വെച്ചോട്ടി. ഇപ്പം നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ലെയറും കൂടെ കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ 2 മിററിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒരു ലെയർ കൂടെ കൊടുക്കാം.
നമുക്ക് ഏറ്റവും അടിയിലായിട്ട് വെക്കേണ്ടത് റൗണ്ട് ഷേപ്പിലുള്ള മിറേഴ്സാണ്. റൗണ്ട് ഷേപ്പിൽ ചെറിയ മിററുകളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. ഒരു ബിഗിനേഴ്സിനൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോടെ ചെയ്യണം. താങ്ക്